ലോകത്ത് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും എന്നാൽ 100% സത്യസന്ധവുമായ ഒരു സംഭവകഥ പറയാം. ഇത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അധികം പേരും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഈ കഥയുടെ നായകൻ ഹിരുവോ ഒനോഡ എന്ന ജാപ്പനീസ് സൈനികനാണ്. 1944-ൽ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജപ്പാൻ സൈന്യം ഒനോഡയെ ഫിലിപ്പീൻസിലെ ലുബാങ് എന്ന ചെറിയ ദ്വീപിലേക്ക് അയക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, ഗറില്ല യുദ്ധം നടത്തുക എന്നതായിരുന്നു ഒനോഡയുടെ ചുമതല. അയക്കുമ്പോൾ മേലുദ്യോഗസ്ഥൻ നൽകിയ ഒരു കർശന നിർദ്ദേശമുണ്ടായിരുന്നു. യാതൊരു കാരണവശാലും കീഴടങ്ങരുത്, സ്വന്തം ജീവൻ അവസാനിപ്പിക്കരുത്, ഞങ്ങൾ വരുന്നതുവരെ അവിടെ തുടരണം. 1945-ൽ ജപ്പാൻ കീഴടങ്ങുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ലുബാങ് ദ്വീപിലെ ഉൾക്കാട്ടിലായിരുന്ന ഒനോഡ ഈ വിവരം അറിഞ്ഞില്ല. യുദ്ധം കഴിഞ്ഞുവെന്നും തിരികെ വരണമെന്നും കാണിച്ച് വിമാനത്തിൽ നിന്നും ലഘുലേഖകൾ കാട്ടിൽ വിതറിയെങ്കിലും അതൊക്കെ ശത്രുക്കളുടെ ചതിയാണെന്ന് ഒനോഡ വിശ്വസിച്ചു. പിന്നീടുള്ള 29 വർഷങ്ങൾ ഒനോഡ ആ ദ്വീപിലെ കാട്ടിൽ ഒളിവിൽ കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം 3 സൈനികർ കൂടിയുണ്ടായിരുന്നു. അവർ അവിടെയുള്ള കാട്ടുപഴങ്ങളും മറ്റും കഴിച്ച് ജീവൻ നിലനിർത്തി. ഇടയ്ക്കിടെ ഗ്രാമങ്ങളിലെ പശുക്കളെ മോഷ്ടിക്കുകയും പ്രാദേശിക പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞതോടെ കൂടെയുണ്ടായിരുന്നവർ ഓരോരുത്തരായി കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു. ഒടുവിൽ ഒനോഡ ഒറ്റയ്ക്കായി. വർഷങ്ങൾ 10-20 കടന്നുപോയി. ലോകം മാറി, ജപ്പാൻ സാങ്കേതികമായി ഏറെ മുന്നേറി. പക്ഷേ ഒനോഡ ഇപ്പോഴും തന്റെ പഴയ തോക്കുമായി കാട്ടിൽ ശത്രുവിനെ കാത്തിരിക്കുകയായിരുന്നു. ട്വിസ്റ്റ് സംഭവിക്കുന്നത് 1974-ലാണ്. നൊറിയോ സുസുക്കി എന്ന ഒരു ജാപ്പനീസ് സഞ്ചാരി ഒനോഡയെ തിരഞ്ഞ് കാട്ടിലെത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം ഒനോഡയെ കണ്ടെത്തി. യുദ്ധം എന്നോ കഴിഞ്ഞുവെന്നും ജപ്പാൻ ഇപ്പോൾ സമാധാനത്തിലാണെന്നും സുസുക്കി ഒനോഡയോട് പറഞ്ഞു. എന്നാൽ ഒനോഡ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തന്റെ പഴയ കമാൻഡിംഗ് ഓഫീസർ നേരിട്ട് വന്ന് ഉത്തരവിട്ടാൽ മാത്രമേ താൻ തോക്ക് താഴെ വയ്ക്കൂ എന്ന് അദ്ദേഹം വാശി പിടിച്ചു. സുസുക്കി ജപ്പാനിൽ തിരിച്ചെത്തി സർക്കാർ സഹായത്തോടെ ഒനോഡയുടെ പഴയ ഓഫീസറെ, അപ്പോഴദ്ദേഹം ഒരു പുസ്തകശാല നടത്തുകയായിരുന്നു, ലുബാങ് ദ്വീപിലെത്തിച്ചു. 1974 മാർച്ച് 9-ന് തന്റെ പഴയ യൂണിഫോം ധരിച്ച് തുരുമ്പിച്ച തോക്കുമായി വന്ന ഒനോഡയുടെ മുന്നിൽ വെച്ച് ഓഫീസർ ആ ഉത്തരവ് വായിച്ചു. നിങ്ങളെ എല്ലാ സൈനിക ചുമതലകളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 29 വർഷങ്ങൾ ഒന്നുമല്ലാത്തൊരു കാര്യത്തിനു വേണ്ടി കളഞ്ഞല്ലോ എന്നോർത്ത് ഒനോഡ അന്ന് പൊട്ടിക്കഴിഞ്ഞു. ജപ്പാനിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. എന്തുകൊണ്ട് ഈ കഥ വ്യത്യസ്തമാകുന്നു? ഒരാൾ തന്റെ വിശ്വാസത്തിനും ഉത്തരവാദിത്വത്തിനും വേണ്ടി ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് 29 വർഷം ജീവിച്ചു എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാലം മാറിയതറിയാതെ ഒരു നിഴൽ യുദ്ധം നയിച്ച ഒനോഡയുടെ ജീവിതം ഇന്നും ചരിത്രത്തിലെ വിസ്മയകരമായ ഒരു അധ്യായമാണ്. 2014-ലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു?